റേഷൻ ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ സാധാരണഗതിയിൽ ഇപ്പം മമ്മൂക്കയെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലാലേട്ടനെ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ ഒരുപാടുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നിഷ്പക്ഷമായിട്ട് വീഡിയോ ചെയ്യുന്നതിനൊപ്പം ഒരു പക്ഷം ആരുടെയെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. ഇപ്പം എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുമ്പം അത് മമ്മൂക്കയെ അനുകൂലിച്ചിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന്. ശരിയായിരിക്കും എന്നല്ല, ശരിയാണ് ഒരു പരിധി വരെ. അങ്ങനെ രണ്ട് കൂട്ടരെയും അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ ഫാൻസുകാർ പറയുന്നത് നമ്മൾ മമ്മൂക്കയെ അങ്ങനെ ന്യായീകരിക്കുന്നു, മമ്മൂക്കയ്ക്ക് ടോക്സിക് ഫാൻസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പം അവർ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട്. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് കണ്ട് ഇന്നും ഒന്ന് കാണാനിടയായി. മറ്റൊരു വീഡിയോ, അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ് സമർത്ഥിക്കുന്നത് മമ്മൂക്കയുടെ റിലീസ് ചെയ്ത് ആവനാഴിക്കും പാലേരി മാണിക്യത്തിനും ഒക്കെ സംഭവിച്ചത് തന്നെയാണ്, വലിയേട്ടനും ഒക്കെ സംഭവിച്ചത് തന്നെയാണ് ഒരു വടക്കൻ വീരഗാഥയ്ക്കും സംഭവിച്ചതെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുക. അദ്ദേഹം ആരോടോ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന ഒരു ഇതാണ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് 1 കോടി രൂപ അതേതാണ്ട് റീമാസ്റ്റർ ചെയ്തതിന്, അത് 4K-ലാക്കിയതിനുണ്ട് 1 കോടി രൂപ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1 കോടി രൂപ തിരിച്ചു പിടിച്ചാൽ ഈ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ എങ്ങനെ ലാഭമാവുമെന്ന് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത് റീമാസ്റ്റർ ചെയ്യുന്നതെന്ന്? കാര്യം ഈ റീമാസ്റ്റർ ചെയ്തതിന് 1 കോടി രൂപ ആയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആധികാരികമായി പറയേണ്ടുന്നത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്തുനിന്നാണ്. അതായത് PV ഗംഗാധരൻ സാറിൻ്റെ മക്കളാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. അല്ലെങ്കിൽ ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരാ, അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ചില പേപ്പറുകൾ കാണിച്ചിട്ട് അല്ല ഒരു സിനിമയ്ക്ക് 1 കോടി രൂപ റീമാസ്റ്റർ ചെയ്തതിന് ആയി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ലാലേട്ടനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് മമ്മൂക്കയുടെ ഒരു സിനിമ പരാജയപ്പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഒരു പക്ഷം ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ടത്. അതുപോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതായത് ഇന്ന് കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഡീഗ്രേഡിങ് തുടങ്ങിയിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 50% ആളുകളും ആ സിനിമ കണ്ടിട്ട് കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് ഉറപ്പായിട്ടും പറയും എന്നൊക്കെയുള്ള രീതിയിൽ സ്ഥാപിച്ചിടുക. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു മുൻവിധിയോടുകൂടി, അതായത് ഇനി ആ സിനിമ ഇപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ആധാരമാക്കി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും. അതായത് എന്താണ് കാര്യം? ഈ നേരത്തെ പറഞ്ഞതാണ് സിനിമയുടെ കണ്ടിട്ട് 50% ആൾക്കാർ, ഈ 50% എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മമ്മൂക്ക ഫാൻസുകാർ ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുമെന്ന്. നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീഗ്രേഡിങ് ഏക്കില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു സിനിമയെ ഡീഗ്രേഡിങ് കൊണ്ടോ ചിലപ്പോൾ ചിലരുടെ റിവ്യൂ കൊണ്ടോ പരാജയപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഒരു നല്ല സിനിമയാണെങ്കിൽ അതിനെ ഡീഗ്രേഡിങ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു റിവ്യൂ കൊണ്ടോ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് ഞാൻ പല പ്രാവശ്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരുപാട് എക്സാമ്പിൾസും ഉണ്ട്. ചില റിവ്യൂറന്മാർ തലകുത്തി നിന്നിട്ടും നല്ലത് എന്ന് പ്രേക്ഷകന് തോന്നിയ സിനിമയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ, ചിലപ്പം ഒരു ആവറേജിന് നല്ലത് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു ആവറേജ് എന്ന് പറയുന്ന ഒരു സിനിമയെ നമുക്ക് ചിലപ്പം പരാജയപ്പെടുത്താൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു കടുത്ത ഡീഗ്രേഡിങ് കൊണ്ടോ ഒരു റിവ്യൂ കൊണ്ടോ ഒക്കെ പരാജയപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഇനി എത്ര % ആൾക്കാർ, അത് നമ്മൾ പറയുന്ന ഒരു 100% ആൾക്കാർ ആ സിനിമ കാണുന്നതിനകത്ത് നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു 95% ആൾക്കാരും അതിനെ സപ്പോർട്ട് തന്നെ ചെയ്യും. കാര്യം അവർക്കറിയാം വെറുതെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, സിനിമ വലിയ വിജയത്തിലേക്ക് തന്നെ പോകുമെന്ന്. പിന്നെ 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഒരു ഡീഗ്രേഡിങ്ങുമായിട്ട് ഇറങ്ങുന്നത്. അല്ലാതെ ഒരു നല്ല സിനിമയെ ഇന്ന് വരെ ഡീഗ്രേഡ് ചെയ്ത് പരാജയപ്പെടുത്തി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം മമ്മൂക്കയുടെ വിജയിച്ചു എന്ന് നമുക്കറിയാവുന്ന ഇപ്പം ഭ്രമയുഗം പോലുള്ള സിനിമകൾ തിയേറ്ററിൽ ഓടുമായിരുന്നോ? ഇല്ല. കാര്യം തിയേറ്ററിൽ ഓടുമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത്, മമ്മൂക്കയുടെ എല്ലാ സിനിമകളും തുടർച്ചയായിട്ട് വിജയിച്ചു വരുന്നു, അല്ലെങ്കിൽ കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ജയിച്ചു വരുന്നു, ലാലേട്ടൻ്റെ സിനിമകൾ ഒരു വർഷത്ത് പരാജയപ്പെടുന്നു എന്ന് പറയുമ്പം അത് മമ്മൂക്കയ്ക്ക് കൂടെ പരാജയം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ലാലേട്ടൻ ഫാൻസ് ശ്രമിക്കാഞ്ഞത്? അങ്ങനെ ആഗ്രഹമുള്ളവർ എന്താണ് അതിനുവേണ്ടി ശ്രമിക്കാഞ്ഞത്? പക്ഷേ ഞാൻ കണ്ടില്ല അങ്ങനെ ആരും കാര്യമായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ കണക്ക് ഒരു 5% അല്ലെങ്കിൽ 4% ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരു ഡീഗ്രേഡിങ്ങുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം മുൻകൂർ ജാമ്യമായിട്ട്, അതായത് പടം ഇനി അഥവാ മോശമാണെങ്കിൽ ആരെങ്കിലും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവരെ എല്ലാം അങ്ങ് മമ്മൂട്ടി ആരാധകർ ആക്കി മാറ്റാൻ, കാര്യം അത് ശരിയായിട്ടുള്ള രീതിയല്ല. അപ്പോൾ ഞാനിത് പല യൂട്യൂബ് ചാനലുകളിൽ കാണുന്ന ചില വീഡിയോയുടെ 1-2 ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ചിലപ്പം അദ്ദേഹത്തിനോടും ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഞാൻ നിഷ്പക്ഷനാണ് എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഞാൻ ചില വീഡിയോകൾ ചെയ്യുമ്പം നിഷ്പക്ഷതയല്ല, ചിലപ്പോൾ ഒരു പക്ഷം പിടിച്ച്
തന്നെ ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പം വീഡിയോ. അതിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഏതൊരു ഉയർന്ന ജോലിയിലിരിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ ഒരു യൂട്യൂബർക്കും ഇനി അതല്ല ഒരു ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കും ആർക്കാണെങ്കിലും ശരി അവർക്കൊരു പക്ഷം ഉണ്ടാവും. ചില കാര്യങ്ങളിൽ നമുക്കറിയാം രാഷ്ട്രീയമായിരിക്കും ഒരാളുടെ പക്ഷം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഏതെങ്കിലുമൊക്കെ വ്യക്തിയോടുള്ള ഇഷ്ടമായിരിക്കും അവരുടെ പക്ഷം എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ സിനിമകൾ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ബറോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാലാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ബറോസ് എന്ന് പറയുന്ന സിനിമയെ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് ഒരുപാട് മോശം കമൻറ്റ്സ് വന്നു ഞാൻ നല്ലത് പറഞ്ഞതിന്. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നല്ലത് പറയാനാണ് ശ്രമിച്ചത് ബറോസിന്. അതുപോലെ ബറോസിനെ ഡീഗ്രേഡ് ചെയ്യുന്നതിനെതിരെ ഞാൻ ശക്തമായിട്ട് പിന്നെയും ഞാൻ വീഡിയോ ചെയ്ത്. അതുപോലെ നേരെന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം തന്നെയാണ് ലാലേട്ടൻ്റെ പറഞ്ഞത്. അതുപോലെ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെയും എടുത്ത് നോക്കിയാൽ അറിയാം അതിനകത്ത് ഞാൻ മോശം പറഞ്ഞിട്ടില്ല. കാര്യം ഇപ്പം ചില ആൾക്കാർ വ്യക്തമായ പക്ഷം പിടിച്ചിട്ട് മമ്മൂക്കയുടെ ആരാധകർ ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പം റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറയുന്ന പേരിൽ മോശം പറയാൻ ശ്രമിക്കുമ്പം തിരിച്ച് ലാലേട്ടൻ്റെ ആരാധകർ മമ്മൂക്കയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോഴും റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് വെച്ചിട്ട് അതിനെ മോശം പറയാൻ ശ്രമിക്കുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാര്യം ഒരു സിനിമ ഇറങ്ങുമ്പം അതിന് മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും എല്ലാവരുടെയും സിനിമ വിജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിപ്പോൾ ഇനി എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മോശമാണെങ്കിൽ പോലും എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു മോശം അഭിപ്രായം ആ സിനിമയുടെ ആദ്യ ദിനങ്ങളിലൊന്നും വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കാര്യം ഞാൻ മോശം പറയത്തില്ല. കാര്യം അതുകൊണ്ട് എമ്പുരാൻ്റെ ഞാൻ ഒപ്പീനിയൻ പങ്കുവെക്കുന്നത് ചിലപ്പം ആൾക്കാർ കാണത്തില്ലായിരിക്കും. കാര്യം കൊള്ളത്തില്ലെങ്കിലും ഇയാൾ നല്ലതേ പറയത്തുള്ളൂ എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കാണത്തില്ലെന്ന് ചിലപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടാവും. പക്ഷേ എന്നാലും ശരി ഞാൻ ഒരു സിനിമയും പറയത്തില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അതായത് നമുക്കിപ്പോൾ ഒരു സിനിമ ഹിറ്റായി അല്ലെങ്കിൽ ഈ സിനിമ ഇനി നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല എന്നുള്ള ഘട്ടത്തിൽ മാത്രമേ നമ്മളൊരു സിനിമയെക്കുറിച്ച് പറയാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെയോ ലാലേട്ടൻ്റെയോ ഒക്കെ ഏതെങ്കിലുമൊക്കെ പെർഫോമൻസ് എടുത്തിട്ടായിരിക്കും. ഇപ്പോൾ പലരും പറയും ഞാൻ ലാലേട്ടനെ മമ്മൂക്കയെ അനുകൂലിച്ച് വീഡിയോ ചെയ്തെന്ന് പറയുമ്പം എൻ്റെ വീഡിയോ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം മമ്മൂട്ടി കമ്പനിയെയും വിമർശിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയും പ്രതിഫല സംബന്ധമായിട്ട് പോലും ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് പറയാനുള്ളത് ഞാൻ എവിടെയായാലും പറയും. കാര്യം അങ്ങനെ പറയുന്നതിനകത്ത് ഒരു മടിയും ഞാൻ വിചാരിച്ചിട്ടില്ല, അങ്ങനെ വിചാരിക്കത്തുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് കാര്യം എൻ്റെ വീഡിയോയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുന്നവർക്ക് മമ്മൂക്കയോടുള്ള ഒരു പക്ഷം, എൻ്റെ ഒരു പക്ഷം കാണാം. അത് ഞാൻ ഒട്ടും നിഷേധിക്കുന്നില്ല, ഞാനത് തുറന്നു തന്നെ പറയുകയാണ്. പക്ഷേ ചില ആൾക്കാർ ഞാൻ പറഞ്ഞ കണക്ക് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചോണ്ട് ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് ഭാവിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ചില യൂട്യൂബ് ചാനലുകാർ നമ്മുടെ വീഡിയോയുടെ താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യുമ്പം അത് വേണ്ട, അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. നിങ്ങളുടെ ചാനലും എൻ്റെ ചാനൽ പോലെ എൻ്റെ ചാനൽ കാണുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം കൂടുതലായിട്ട് പിടിക്കുന്നു എന്ന് ചിലർക്ക് തോന്നുന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോഴും അങ്ങനെ ഒരു പക്ഷം വ്യക്തമായിട്ട് തന്നെ തോന്നും. അപ്പം അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും, ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും കൊടുക്കും എന്നുള്ള രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ എല്ലാം ഭാഗത്ത്. അതായത് മമ്മൂക്കയെ പറഞ്ഞാൽ ലാലേട്ടനെയും പറയും, ലാലേട്ടനെ പറഞ്ഞാൽ മമ്മൂക്കയും പറയും. അതാണ് അതിൻ്റെ ശരിയെന്നുള്ള രീതിയിൽ.